ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. എന്നാൽ BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ മുൻപന്തിയിലുള്ള തൃശ്ശൂരിൽ BJP പരാജയപ്പെടും എന്നാണ് റിപ്പോർട്ടിന്റെ ഹൈലൈറ്റ്. പിന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകുന്ന റിപ്പോർട്ട്. ചെറിയ രൂപത്തിലുള്ള വോട്ടിനെങ്കിലും ഇവിടെ BJPക്കാണ് സാധ്യതയെന്നാണ് പൊതുവിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖറിന് മികച്ച ചലനമുണ്ടാക്കാൻ സാധിച്ചു എന്നാണ് വിലയിരുത്തൽ. സിറ്റിംഗ് MP ശശി തരൂരിനേക്കാൾ ഓളമുണ്ടാക്കാൻ രാജീവിന് സാധിച്ചു. ഒപ്പം അദ്ദേഹത്തിന്റെ മികച്ച പ്രതിച്ഛായയും BJPക്ക് സഹായകമാകും. ഇതാണ് വിലയിരുത്തപ്പെടുന്നത്. BJPക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിൽ BJP ആയിരുന്നു ഒന്നാമത്. തീരദേശ വോട്ടർമാരുടെ മികച്ച പിന്തുണ രാജീവ് ചന്ദ്രശേഖറിനുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന തൃശ്ശൂരിൽ LDFനായിരിക്കും വിജയമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവാദങ്ങളും BJPയിലെ പ്രശ്നങ്ങളും ഇവിടെ സുരേഷ് ഗോപിക്ക് പ്രതികൂലമാകും. VS സുനിൽകുമാർ, K മുരളീധരൻ എന്നിവരുടെ വരവാണ് BJPയുടെ മേൽക്കൈ നഷ്ടപ്പെടുത്തിയത്. LDF-UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 മാസം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇത് അനുകൂല തരംഗം നഷ്ടമാക്കി. അതേസമയം സംസ്ഥാനത്തുടനീളം BJP വോട്ട് വർദ്ധിപ്പിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആറ്റിങ്ങലിൽ V മുരളീധരന്റെ പിന്തുണ ബഹുദൂരം വർദ്ധിച്ചു. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ NDA നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്നാണ് റിപ്പോർട്ട്. വടകരയിലും കോഴിക്കോട്ടും BJPക്ക് വോട്ട് കൂടും. അതേസമയം സംസ്ഥാനത്ത് UDFന് അനുകൂലമായ സാഹചര്യമാണ് എന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് പറയുന്നത്. 14 സീറ്റിൽ UDFന് ജയം പ്രവചിക്കുന്ന റിപ്പോർട്ട് 4 സ്ഥലത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് പ്രവചിക്കും. ആറ്റിങ്ങൽ, മാവേലിക്കര, ചാലക്കുടി, പാലക്കാട് എന്നിവിടങ്ങളിലാണ് ശക്തമായ പോരാട്ടം പ്രതീക്ഷിക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ട് നേരിയ മേൽക്കൈ UDFന് തന്നെയാണ്. KC വേണുഗോപാലിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും സ്ഥാനാർത്ഥിത്വം CPMന്റെ ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിലെ സാധ്യതകൾ ഇല്ലാതാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മലബാറിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വത്തിന് ഇളക്കം തട്ടിയിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. വളരെ കൃത്യമായി നമുക്കറിയാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏതൊക്കെ രൂപത്തിലാണ് സാധാരണക്കാർക്കിടയിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. നന്ദി.